ബീഹാറിൽ ഇന്ത്യ സഖ്യം പൊളിഞ്ഞു. ബീഹാറിൽ കോൺഗ്രസും RJDയും രണ്ടു വഴിക്ക്. 243 സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് തേജസ്വി യാദവ്. RJD ശക്തി കേന്ദ്രങ്ങളിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തേജസ്വിയുടെ പ്രഖ്യാപനം. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഇന്ത്യ സഖ്യം തുടക്കം മുതൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ നിറഞ്ഞതു തന്നെയായിരുന്നു. നിലവിലിപ്പോൾ ബീഹാറിൽ അത് പരസ്യമായി തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഇന്ത്യ സഖ്യം പൊളിഞ്ഞു എന്ന് തന്നെയുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കോൺഗ്രസും RJDയും രണ്ടു വഴിക്ക് നീങ്ങുന്ന കാഴ്ചയാണോ കാണാൻ കഴിയുന്നത്? രോഹിണി, ഈ വിഷയത്തെ രണ്ട് രീതിയിൽ കാണാം. അതായത് ആദ്യഘട്ടത്തിൽ ഈ ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ വോട്ടധികാർ യാത്ര നടത്തിയിരുന്നു. അതിനുശേഷം അവർ അവകാശപ്പെട്ടത് സഖ്യം അതിശക്തമായി മുന്നോട്ട് പോകുന്നുവെന്നും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതുമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്ര കണ്ട് സുഖകരമല്ല ഇരു പാർട്ടികളും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ്. ഈ സീറ്റ് ഷെയറിംഗുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ചയെയും പശുപതി പരസിന്റെ ലോക് ജനശക്തി പാർട്ടിയെയും മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും അവർക്ക് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് ഒരു വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. 243 സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ നിലവിലിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് RJD. അതവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ താൻ മത്സരിക്കുന്നു എല്ലാ മണ്ഡലങ്ങളിലും എന്ന് ജനങ്ങൾ വിചാരിച്ച് വോട്ട് ചെയ്യണം എന്നാണ് തേജസ്വി യാദവ് പറഞ്ഞിട്ടുള്ളത്. ഇത് രാഷ്ട്രീയ വൃത്തങ്ങൾ ഇത് വിലയിരുത്തുന്നത് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന രീതിയിലേക്ക് തേജസ്വി യാദവ് പോകും എന്നല്ല, നേരെ മറിച്ച് വലിയ സമ്മർദ്ദം കോൺഗ്രസിന് മുകളിൽ ചൊലുത്തുക എന്നുള്ളത് തന്നെയാണ് തേജസ്വി യാദവ് ലക്ഷ്യമിടുന്നത്. അതായത് കോൺഗ്രസ് കൂടുതൽ സീറ്റ് ബീഹാറിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത തേജസ്വി യാദവ് കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി ബീഹാറിൽ ഇത്ര വലിയൊരു റാലിയൊക്കെ നടത്തിയ സ്ഥിതിക്ക് കോൺഗ്രസ് അതിന്റെ ഒരു ആദായം പറ്റാനുള്ള നീക്കം നടത്തും എന്നും തേജസ്വി യാദവ് ഭയക്കുന്നുണ്ട്. മുളയിലെ ആ തീരുമാനങ്ങൾ, ആ ഒരു ചിന്തകൾ കോൺഗ്രസിനുണ്ടെങ്കിൽ അത് നുള്ളുക എന്നുള്ള രാഷ്ട്രീയ കൗശലം കൂടിയുണ്ട് തേജസ്വി യാദവിന്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ സഖ്യം പൊളിഞ്ഞു എന്ന പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സമ്മർദ്ദതന്ത്രമായിരിക്കാം. അത് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.